എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മളിന്ന് എവിടെയാണ് പോകുന്നതോ, നമ്മളിന്ന് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നാട്ടിലേക്ക് എന്ന് പറയുമ്പോൾ പൂനെ ടു കണ്ണൂർ. നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൂനെയിൽ നിന്ന് പനവേലിലേക്ക് പോയി ബോംബെ, പിന്നെ അവിടെ നിന്ന് പനവേലിൽ നിന്ന് നമ്മൾ കണ്ണൂരേക്ക് പോയി. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഉണ്ട്, പിന്നെ മമ്മേൻ്റെ ഫ്രണ്ട്, നമ്മളെ ഫ്രണ്ടും മോളി ആൻറ്റിയും കൂടെ നമ്മളെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അവർ ആദ്യമായിട്ടാണ് വരുന്നത്. എൻ്റെ ഫ്രണ്ട് ആദ്യമൊക്കെ വന്നിട്ടുണ്ട്, 2 കൊല്ലം മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷെ മോളി ആൻറ്റി ആദ്യമായിട്ടാണ് നമ്മൾ കണ്ണൂരേക്ക് വരുന്നത്. അപ്പോൾ കണ്ണൂർ നമ്മൾ തെയ്യം മുത്തപ്പൻ എന്നെല്ലാം പറയുമ്പോൾ ആൻറ്റിക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന മാതിരിയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ആൻറ്റി നമ്മൾ കണ്ണൂരേക്ക് വരുമോയെന്ന്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പൂനെയിൽ നിന്ന് പനവേലിലേക്ക് രാവിലെ ഓട്ടോയിൽ നമ്മൾ പനവേലിലേക്ക് പോയി. പനവേലിലേക്ക് രാവിലെ ആയിരുന്നു ട്രെയിന്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പൊറോട്ട കൊണ്ടുപോയിരുന്നു. മോളി ആൻറ്റി മുട്ടക്കറി കൊണ്ടുവന്നിരുന്നു. അപ്പോൾ മുട്ടക്കറിയും പൊറോട്ടയെല്ലാം കൂടിയിട്ട് നമ്മൾ 4 ആൾക്കാരും കഴിച്ചു. അപ്പോൾ ഇരുന്ന് പോകേണ്ട ട്രെയിനായിരുന്നു അത്, സീറ്റിംഗ് ആയിരുന്നു. നമ്മൾ ഫൈനലി പനവേലിലെത്തി. രാവിലെ 10 പനവേലിലെത്തി. 11:30 നമ്മൾ പനവേലിൽ നിന്ന് കൊച്ചുവേലി പോർബന്ദർ കൊച്ചുവേലി എക്സ്പ്രസ് ആയിരുന്നു ട്രെയിന്. അപ്പോൾ നമ്മൾ ഫൈനലി അവിടുന്ന് പനവേലിൽ നിന്ന് ട്രെയിൻ കിട്ടി. ട്രെയിനിൽ കയറിയിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ബിരിയാണി കൊണ്ടുവന്നേനു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ബിരിയാണി, നമ്മളെല്ലാവരും ബിരിയാണി കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് പുളിഞ്ചോറെല്ലാം കൊണ്ടുവന്നേനു. പുളിഞ്ചോറും കഴിച്ചിട്ട് ബിരിയാണിയും കഴിച്ചു. ബിരിയാണി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ബിരിയാണിയും കഴിച്ചു, പുളിഞ്ചോറും കഴിച്ച് നമ്മൾ ഫൈനലി കണ്ണൂരെത്തി. നമ്മൾ രാവിലെ എത്തിയത്. നമ്മൾ 5:30 നമ്മൾ രാവിലെ കണ്ണൂരെത്തി. അപ്പോൾ ആൻറ്റി പറഞ്ഞു ചായ കുടിക്കണമെന്ന്. അപ്പോൾ ചായ രാവിലെ കുടിച്ച് അവിടുന്ന് വേഗം ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാവേലി എക്സ്പ്രസ്സിന് ട്രെയിൻ കയറാൻ വിചാരിച്ചായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മളവിടെ എത്തിയപ്പാടെ തന്നെ ആ ട്രെയിൻ അവിടുന്ന് പോയി. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ അവിടുന്ന് വേറെ ഒരു ട്രെയിൻ കുറച്ച് 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് വേറെ ട്രെയിനിന് അവിടുന്ന് പഴയങ്ങാടി ഇറങ്ങി. പഴയങ്ങാടിയിൽ നിന്ന് അവിടുന്ന് നമ്മൾ ഓട്ടോനെ പിടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ എല്ലാവരും ടയേർഡായിപ്പോയി, രാവിലത്തേക്കും ബ്രഷൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ 4 ആളും കൂടി ഓട്ടോന് പോയിട്ട് നമ്മൾ വീട്ടിലെത്തി. അതാണ് എൻ്റെ വീട് ഇട്ടാ. ബാക്കിൽ യെല്ലോ കളർ വീട് കാണുന്ന എൻ്റെ തറവാടാണ്. അവിടെ അമ്മമ്മ താമസിക്കും. അപ്പം എൻ്റെ ബാക്കിൽ തന്നെ നമ്മളെ പുതിയ വീടുണ്ട്. 2 വർഷമായി ഈ പുതിയ വീടിൻ്റെ ഇത് ചെയ്തിട്ട് പാലുകാച്ചൽ കഴിഞ്ഞിട്ട് നമ്മളിവിടെ താമസിക്കാത്തതുകൊണ്ട് ആ വീട് അങ്ങനെ തന്നെ ഉണ്ട്, ഒന്നും ആയിട്ടൊന്നുമില്ല. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മേനെ വിളിച്ചിട്ട് എൻ്റെ വീടും നാട്ടിലെല്ലാം കാണിക്കുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ നാട്ടിൻ്റെ വിശേഷങ്ങളായിട്ട് ഇനിയും കുറേ വീഡിയോസ് കാണേ. അപ്പോൾ ഇന്നത്തേക്ക് ഓക്കെ, ബൈ, ടേക്ക് കെയർ.